Hi all. The next testing is validation testing in software testing strategy. Initially, the test focus on each component individually, ensuring that it functions properly as a unit. അതായത് യൂണിറ്റ് ടെസ്റ്റിംഗിൽ പറയുന്നത് വെച്ചാൽ ഓരോ യൂണിറ്റ് ആയിട്ട് എടുത്തിട്ട് അതിൻ്റെ ഫങ്ഷൻസ് പ്രോപ്പർലി വർക്ക് ചെയ്യുന്നുണ്ടോ എൻഷുർ ചെയ്യുന്ന ഓരോ യൂണിറ്റിൻ്റെ ഫങ്ഷൻസും പ്രോപ്പർലി വർക്കിംഗ് ആണോ എൻഷുർ ചെയ്യും. ആ ഒരു കേസിനെയാണ് യൂണിറ്റ് ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. അതിനുശേഷം എന്ന് പറയുന്നത് each components must be assembled or integrated to form the complete software package. അതിനുശേഷമാണ് ഇൻ്റഗ്രേഷൻ ടെസ്റ്റിംഗ് പെർഫോം ചെയ്യുന്നത്. ഓക്കെ, ദെൻ അതിന് ഇൻ്റഗ്രേഷൻ ടെസ്റ്റിങ്ങും കഴിഞ്ഞതിന് ശേഷമാണ് വാലിഡേഷൻ ടെസ്റ്റിംഗ് പെർഫോം ചെയ്യുന്നത്. മീൻസ് ആഫ്റ്റർ ദി സോഫ്റ്റ്വെയർ ഹാസ് ബീൻ ഇൻ്റഗ്രേറ്റഡ് എ സെറ്റ് ഓഫ് ഹൈ ഓർഡർ ടെസ്റ്റ് ഈസ് കണ്ടക്റ്റഡ്. Validation criteria must be evaluated. Validation testing provides final assurance that the software meets all information, functional and behavioral and performance requirement. അതായത് സോഫ്റ്റ്വെയർ ബിഹേവിയറലും പെർഫോമൻസ് റിക്വയർമെൻറ്റും ഇൻഫോർമേഷനും അതുപോലെ ഫങ്ഷൻ എല്ലാം മീറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് എൻഷുർ ചെയ്യും. ഓക്കെ, ദെൻ once the software is validated, it must be combined with other system elements, for example hardware, database, people. Then after that, the system testing is there. It verifies that all elements mesh properly and that overall system function or performance is achieved. അതായത് സിസ്റ്റം ടെസ്റ്റിംഗിലാണ് എല്ലാം പ്രോപ്പർലി വർക്ക് ചെയ്യുന്നുണ്ടോ, അതായത് ഓവറോൾ സിസ്റ്റം ഫങ്ഷനും പെർഫോമൻസ് അച്ചീവ് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ എൻഷുർ ചെയ്യുന്നത്. ഓക്കെ, ദെൻ വാലിഡേഷൻ ടെസ്റ്റിങ്ങിൻ്റെ അതർ ഡെഫിനിഷൻ അറിയുന്നത് ഇറ്റ് ഡിഫൈൻസ് ആസ് that validation succeeds when software function in a manner that can be reasonably expected by the customer. അതായത് whenever the validation succeeding, it means all the functions mentioned by customer is reasonably completed or existed in our project. Then validation succeed. Okay. അതായത് കസ്റ്റമർ മെൻഷൻ ചെയ്ത എല്ലാ ഫങ്ഷൻസും റീസണബിളി കംപ്ലീറ്റ് അല്ലെങ്കിൽ എക്സിറ്റ് ആണെങ്കിൽ നമ്മുടെ പ്രൊജക്റ്റിൽ എക്സിസ്റ്റഡ് ആണെങ്കിൽ അങ്ങനെയുള്ള ഒരു കേസിന് വാലിഡേഷൻ സക്സസ് ആണെന്ന് പറയും. ഓക്കെ, ദെൻ വാലിഡേഷൻ ടെസ്റ്റിംഗിലുള്ള ഫസ്റ്റ് വൺ ആണ് വാലിഡേഷൻ ടെസ്റ്റ് ക്രൈറ്റീരിയ. ആഫ്റ്റർ ഈച്ച് വാലിഡേഷൻ ടെസ്റ്റ് കേസ് ഹാസ് ബീൻ കണ്ടക്റ്റഡ്. വൺ ഓഫ് ടു പോസിബിൾ കണ്ടീഷൻ എക്സിസ്റ്റ്. Whenever the validation test case conducted, then one of two possible condition exist. അതായത് വാലിഡേഷൻ ടെസ്റ്റ് കേസ് നടന്നിനെങ്കിൽ കണ്ടക്ട് ചെയ്തിനെങ്കിൽ അതായത് രണ്ട് കേസ് ഉണ്ട്, കണ്ടീഷൻ ഉണ്ട്, അതിൽ ഏതെങ്കിലും ഒന്ന് എക്സിസ്റ്റ് ആവുന്ന പറയുന്നത്. അതിൻ്റെ ഫസ്റ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത് ഇത് ഫങ്ഷൻ ഓർ പെർഫോമൻസ് ക്യാരക്ടറിസ്റ്റിക് കൺഫോംസ് ടു സ്പെസിഫിക്കേഷൻ ആൻഡ് ഈസ് അക്സെപ്റ്റഡ്. അതായത് what are the functions mentioned in the program or software or performance characteristic conforms to specification, then it is accepted. And the next condition is a deviation from specification is uncovered and a deficiency list is created. That if it is not succeeded, means a deviation from specification is occurred, then error list is created. അതായത് ഇത് സക്സസ് ആയിട്ടില്ലെങ്കിൽ, അതായത് എന്തെങ്കിലും ഒരു ഡീവിയേഷൻ എന്തെങ്കിലും നടന്നില്ലെങ്കിൽ അതിൻ്റെ എറർ ലിസ്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ വാലിഡേഷൻ ടെസ്റ്റ് ക്രൈറ്റീരിയയിൽ പറയുന്ന ഇതിന് ഏതെങ്കിലും ഒരു കണ്ടീഷൻ എക്സിസ്റ്റ് ആവുന്ന പറയുന്നത്. ഓക്കെ, അതുപോലെ വാലിഡേഷൻ ടെസ്റ്റിങ്ങിലുള്ളതാണ് വേറൊരു ടൈപ്പ് ആൽഫ ആൻഡ് ബീറ്റ ടെസ്റ്റിംഗ്. ആൽഫ ടെസ്റ്റ് ഈസ് കണ്ടക്റ്റഡ് അറ്റ് ദ ഡെവലപ്പർ സൈറ്റ്, അതായത് സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് കമ്പനി, അതേപോലെ അവിടെയാണ് ആൽഫ ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുന്നത് ബൈ എ റെപ്രസെൻറ്റേറ്റീവ് ഗ്രൂപ്പ് ഓഫ് എൻഡ് യൂസർ. ആൻഡ് ദി ബീറ്റ ടെസ്റ്റ് ഈസ് കണ്ടക്റ്റഡ് അറ്റ് വൺ ഓർ മോർ എൻഡ് യൂസർ സൈറ്റ്, അതായത് ഒന്നോ അതിലധികം യൂസറാണ് ഇൻവോൾവ് ചെയ്യുന്നത് അത് കണ്ടക്ട് ചെയ്യുന്നത് ബീറ്റ ടെസ്റ്റ്. Unlike alpha testing, the developer generally is not present.
ആൽഫയിലാണെങ്കിൽ ഡെവലപ്പേഴ്സ് യൂട്ടാണ്, അതായത് ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് കമ്പനി അങ്ങനെയുള്ള ആണെങ്കിൽ അതാണ് കണ്ടക്ട് ചെയ്യുന്നത്. ബട്ട് ബീറ്റ ടെസ്റ്റിലാണെങ്കിൽ യൂസേഴ്സ്, ഒന്നോ അതിലധികമോ യൂസേഴ്സ് ആണ് ഇൻവോൾവ് ചെയ്യുന്നത്. ആൻഡ് എ വേരിയേഷൻ ഓൺ ബീറ്റ ടെസ്റ്റിംഗ്, ബീറ്റ ടെസ്റ്റിംഗിലൊരു വേരിയേഷനെയാണ് കസ്റ്റമർ അക്സെപ്റ്റൻസ് ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ വാലിഡേഷൻ ടെസ്റ്റിംഗിൽ വേറൊന്നും കൂടിയുണ്ട്, കോൺഫിഗറേഷൻ റിവ്യൂ എന്ന് പറഞ്ഞിട്ട്. ഇറ്റ്സ് ആൻ ഇമ്പോർട്ടൻറ്റ് എലമെന്റ് ഓഫ് ദ വാലിഡേഷൻ പ്രോസസ്. അതായത് ചെക്കിങ് എനി എറർ ഇസ് ദർ ഓർ നോട്ട്, അതിനെയാണ് ഒരു റിവ്യൂ എന്ന് പറയുന്നത്. The intent of the review is to ensure that all elements of the software configuration have been properly developed or not. ഈ പോയിന്റ് എന്താണെന്ന് വെച്ചാൽ മെയിൻ, അതായത് ഇമ്പോർട്ടൻറ്റ് റോൾ എന്ന് പറയുന്നത് വാലിഡേഷൻ പ്രോസസ്സിലെ ഇമ്പോർട്ടൻറ്റ് റോളിലെ പോയിന്റാണിത്. അതായത് റിവ്യൂ നടത്തുന്നത്, എന്തെങ്കിലും എറർ ഉണ്ടായിരുന്നോ ഇല്ലയോ, പിന്നെ പ്രോപ്പർലി ഡെവലപ്പ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നൊക്കെ ചെക്ക് ചെയ്യുന്നത്. ഓക്കെ, ഈ കോൺഫിഗറേഷൻ റിവ്യൂവിനെ തന്നെ ചില ടൈമിൽ ഓഡിറ്റ് എന്ന് പറയാൻ പറ്റും. അതായത് ഫൈൻഡിങ് സം എറർ ഓർ ചെക്കിംഗ് വെദർ ദേ ആർ പെർഫെക്റ്റ് ഓർ നോട്ട്. ഓക്കെ, ഈ 3 കൺസെപ്റ്റാണ് വാലിഡേഷൻ ടെസ്റ്റിംഗിലുള്ളത്. ആൽഫ ബീറ്റ ടെസ്റ്റിംഗ്, കോൺഫിഗറേഷൻ റിവ്യൂ, ദെൻ ഫസ്റ്റ് വൺ എന്തായിരുന്നു, വാലിഡേഷൻ ടെസ്റ്റിംഗ് ക്രൈറ്റീരിയ. ഓക്കെ, next testing is system testing. This is the last testing in software testing strategy. And system testing is actually a series of different tests whose primary purpose is to fully exercise the computer-based system. അതായത് fully test the computer-based system. അതായത് കംപ്ലീറ്റ് സിസ്റ്റം ടെസ്റ്റിംഗ് ആണ് എറർ കണ്ടുപിടിക്കാൻ പഠിക്കുന്നത്. ഓക്കെ, അതിൽ ഫസ്റ്റ് വൺ ആണ് റിക്കവറി ടെസ്റ്റിംഗ്. Is a system test that forces the software to fail in a variety of ways and verifies that recovery is properly performed. അതായത് റിക്കവറി പോസിബിൾ ആണോ അല്ലയോ എന്നൊക്കെ ടെസ്റ്റ് ചെയ്യുന്ന ആ ഒരു ടെസ്റ്റിംഗ് പർപ്പസിനെയാണ് റിക്കവറി ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. ദെൻ സെക്യൂരിറ്റി ടെസ്റ്റിംഗ് ആണ് നെക്സ്റ്റ് വൺ ഇൻ ടെസ്റ്റിംഗ്, സിസ്റ്റം ടെസ്റ്റിംഗ്. It attempts to verify that protection mechanism built into a system will, in fact, protect it from improper penetration. അതായത് ഇല്ലീഗൽ എൻട്രി ഓഫ് അങ്ങനത്തെ കാര്യങ്ങൾ, ഇല്ലീഗലായിട്ട് എൻട്രി ചെയ്യുന്ന കാര്യങ്ങളൊക്കെ സോഫ്റ്റ്വെയറിൽ അതൊക്കെ അവോയ്ഡ് ചെയ്യാൻ പഠിക്കില്ല. അതൊരു സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ടൈപ്പ്. ദെൻ തേർഡ് വൺ എന്ന് പറയുന്നത് സ്ട്രെസ് ടെസ്റ്റിംഗ്. സ്ട്രെസ് ടെസ്റ്റിംഗ് മീൻസ് ഇറ്റ് എക്സിക്യൂട്ട്സ് എ സിസ്റ്റം ഇൻ എ മാനർ ദാറ്റ് demands resources in abnormal quantity, frequency or volume. Means in abnormal situation, how the system is executing to test that. And also a variation of stress testing is a technique called sensitivity testing. Next one is performance testing. It is designed to test the runtime performance of software within the context of an integrated system. Means at runtime how the system is performing. അതായത് ടെസ്റ്റ് ചെയ്യുന്നത് പെർഫോമൻസ്, റൺ ടൈമിൽ ഉണ്ടാകുന്ന സിസ്റ്റത്തിൻ്റെ പെർഫോമൻസ് ഒക്കെ ടെസ്റ്റ് ചെയ്യുന്നത്. ആൻഡ് ദ ലാസ്റ്റ് വൺ ഈസ് ഡിപ്ലോയ്മെൻറ്റ് ടെസ്റ്റിംഗ്. ഇറ്റ്സ് സംടൈംസ് കോൾഡ് കോൺഫിഗറേഷൻ ടെസ്റ്റിംഗ്. Whenever the system is going to delivered, in that situation, what is the testing performing on software? And in delivery time, we are testing the software in different configuration, whether it is a web application software or it is a suitable for all the operating system, testing all this configuration. So the deployment testing is also called configuration testing.